പ്രിയമുള്ളവരെ, ഇന്ന് വലിയ നോമ്പിൽ 5-ാം ദിനം. വിചിത്ര നിയമമുള്ള ഒരു രാജ്യമുണ്ടായിരുന്നു. ഒരു രാജാവ് മരിച്ച് അടുത്ത രാജാവിനെ തിരഞ്ഞെടുക്കുന്നതിനു വേണ്ടി ഒരു കിളിത്തൂവൽ പറത്തിവിടും. കിളിത്തൂവൽ പറന്നുവന്ന് ആരുടെ ശിരസിൽ ഇരിക്കുന്നുവോ അയാളാണ് ഇനി അടുത്ത രാജാവ്. ഒരു തവണ തൂവലിങ്ങനെ പറത്തിവിട്ടപ്പോൾ അത് ചെന്നിരുന്നത് ഒരു വിദൂഷകന്റെ തലയിലാണ്. കോഴിത്തൂവൽ തൊപ്പിയണിഞ്ഞ് വിദൂഷക വസ്ത്രം വാരിച്ചുറ്റി ഒരു കോമാളി ദണ്ഡും വഹിച്ച് നടക്കുന്നയാളാണ് അയാൾ. അയാളാണിനി രാജാവ്. രാജാവായി അഭിഷേകം ചെയ്യപ്പെടുന്നതിന് മുൻപ് സിംഹാസനത്തിന് തൊട്ടരികിലായി അയാൾ ഒരു ചെറിയ മുറി പണി കഴിപ്പിച്ചു. അതിൽ വലിയൊരു കണ്ണാടിയും വെച്ചു. എന്നും രാജാവിൻ്റെ സ്ഥാനവസ്ത്രങ്ങൾ അണിഞ്ഞ് സിംഹാസനത്തിലേക്ക് വരുന്നതിന് മുൻപ് അയാൾ ആ കണ്ണാടിക്ക് മുൻപിൽ ചെന്ന് നിൽക്കും. പഴയ കോഴിത്തൂവൽ തൊപ്പി ധരിച്ച്, കോമാളി വസ്ത്രം ധരിച്ച്, ആ ദണ്ഡ് പിടിച്ച് ധ്യാനപൂർവം അയാൾ നിൽക്കും. എന്നിട്ട് സ്വയം പറയും, ഒന്നുമല്ലാത്തവനായിരുന്നു നീ, ഒന്നുമില്ലാത്തവനായിരുന്നു നീ. ആരെയും വിധിക്കും മുൻപ് ഈ കാര്യം ഓർക്കുക. ഒരാളെയും ഒന്നുമല്ലാതാക്കി മാറ്റിക്കളയരുത് നീ ഒരിക്കലും. അയാളുടെ ഭരണകാലം രാജ്യത്തെ സുവർണകാലമായി മാറി. ദാനബോധമാണ് ഏറ്റവും നല്ല ബോധം. കിട്ടിയതെല്ലാം ദാനമായിരുന്നെന്ന് ഓർത്തെടുക്കുക. എന്നും ചൊല്ലേണ്ടത് നന്ദി മാത്രമാണ്. പ്രിയമുള്ളവരെ, ഈ വലിയ നോമ്പിൽ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ഒന്നുമില്ലാതിരുന്ന നമ്മയൊക്കെ ഇത്ര അതിശയകരമായി പരിപാലിക്കുന്ന ദൈവത്തോടും നമ്മെ ഇത്രമാത്രം സ്നേഹിക്കുന്ന സമസൃഷ്ടങ്ങളോടും ശരിക്കും നന്ദിയുള്ളവരാണോ നാം? ഹൃദയത്തിൻ്റെ ഓർമ്മയാണ് നന്ദി. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ഹാർട്ട്സ് മെമ്മറി. നല്ല ഓർമ്മയുള്ളവരായി, എല്ലാവരോടും നന്ദിയുള്ളവരായി ജീവിക്കുവാൻ ഈ നോമ്പുകാലം നമുക്ക് ഇടയാകട്ടെ. സസ്നേഹം, ഈപ്പനച്ചൻ.